ഹലോ ഗൈസ്, ഞാൻ ഈ കോടയും പിടിച്ച് പോണത് എങ്ങോട്ടാന്ന് അറിയോ? എനിക്ക് തന്നെ അറിയില്ല, എന്നിട്ടല്ലേ ഇങ്ങക്കില്ലേ ഒരു പണിയില്ലാതെ വീട്ടിൽ കുത്തിരിക്കണോണ്ടുള്ള കുഴപ്പമാണ്. എടി ഇന്റെ ഇപ്പൊ ഒന്ന് ഡ്രസ്സ് എടുക്കാൻ വായോ പറഞ്ഞ് വിളിച്ചോണ്ടായതാണ്. ഇപ്പൊ ഇന്ന് നമ്മൾ പട്ടാമ്പി മാറ്റി പിടിച്ച് പെരിന്തമണ്ണ ആക്കിയിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ നമുക്ക് പെരിന്തമണ്ണക്ക് വരാനാണ് സുഖം. നട്ടുച്ച നേരത്ത് പോയതുകൊണ്ട് തന്നെ മാളിലൊന്നും ആരുമില്ല കേട്ടോ. ഇത് നമ്മുടെ വിജയം. എന്തുകൊണ്ടാന്ന് അറിയില്ല, അവിടെ കാണുന്ന സാധനങ്ങളൊക്കെ നമുക്ക് ക്യൂട്ടായിട്ട് തോന്നും. നല്ല രസമില്ല ഇതൊക്കെ കാണാൻ വേണ്ടിയിട്ട്. ഒരാൾ വണ്ടിയുടെ കീ അടിച്ചാണ് ഗൈസ്. അപ്പൊ നമ്മളിവിടെ പറഞ്ഞു നിർത്തിയത് ക്യൂട്ട്. അപ്പൊ ക്യൂട്ടായി ഈ പാന്റിനോളം എടുത്തു കേട്ടോ. പിന്നെ ക്യൂട്ടായ ഞാൻ ഇങ്ങനെ തരാപ്പാരാണ്ട് യൂണിഫോം കൊണ്ട് അടിച്ചിരുന്ന ചിമ്മി പോലെ ഉണ്ടല്ലേ. പിന്നെ നമുക്ക് ഇവിടെ എല്ലാം കാണാം, ബാഗ്, ചപ്പൽസ്, അങ്ങനെയുള്ള ചെരുപ്പ്. ഞാൻ ഇനി എടുത്താൽ ഇന്നെ വീട്ടിൽ നിന്ന് ആട്ടും ഗൈസ്. ഇങ്ങനത്തെ ഒന്ന് എടുക്കണമെന്നുണ്ട് ട്രിപ്പൊക്കെ പോകുമ്പോടാൻ വേണ്ടിയിട്ട്. പോകുമ്പോഴേക്കാലേ. പിന്നെ ഞാൻ ഇങ്ങനെ നടക്കുമ്പോഴാണ് ക്യൂട്ടായിട്ട് പിന്നെയും സാധനങ്ങളൊക്കെ കണ്ടത്. അപ്പൊ നിങ്ങളും കണ്ടോക്കി. അങ്ങനെ ഓൾക്ക് വേണ്ട ഡ്രസ്സൊക്കെ എടുത്തിട്ട് ഓള് ബില്ലാക്കാൻ നിൽക്കുന്നുണ്ട് കേട്ടോ. ആ സമയത്താണ് ഞാൻ അതൊക്കെ എടുക്കണം. നമ്മൾ വെറുതെ അങ്ങനെ വെറുതെ നിന്ന് പോവുള്ളൂ, എന്തെങ്കിലുമൊക്കെ പണിയെടുക്കണ്ടേ. അതിന്റെ ഇടയിൽ ഓള് വലിയ കാര്യമായിട്ട് ക്യാരി ബാഗ് ഒന്നും വേണ്ട പറഞ്ഞ് പോന്നിക്കണം. എന്നിട്ട് ഓളെ ബാഗിൽ കൊള്ളണമില്ല. അത് അങ്ങനെ ഒരു മൊയന്ത്. ആ മൊയന്തിനെ മാത്രം പറഞ്ഞിട്ട് കാര്യമില്ല കേട്ടോ. ഞാനും ഇങ്ങനെ തന്നെ വെറുതെ കിട്ടുന്ന കവർ 10 റുപ്യ കൊടുത്ത് വാങ്ങാന്നൊക്കെ പറഞ്ഞാൽ അതൊന്നും നടക്കണ കാര്യമല്ല. അപ്പൊ അങ്ങനെ നമ്മൾ പുറത്തിറങ്ങി കേട്ടോ. സമയം പോയതേ അറിഞ്ഞില്ല. അപ്പൊ ഉണ്ട് കാറ്റുദേവതയുടെ ഒരു വരവ്. പക്ഷെ ഒട്ടും ആസ്വദിക്കാൻ പറ്റുണ്ടായിരുന്നില്ല, പൊടിക്കാറ്റായിരുന്നു. ഞാൻ പാടിപ്പോകുന്നില്ല. പിന്നെ നമുക്ക് 2 ചെറുതാക്കൽ പരിപാടി ഉണ്ടായിരുന്നു. ഒന്ന് എന്റെ വാച്ചും ഒന്ന് ഓളുടെ പാന്റും. ഞാനേ ഒരാൾക്കാക്കൊരു വേണം, എന്റെ അത്രയും നീളല്ലോ ഓള്. പിന്നെ നമ്മളെല്ലാരും പഠിച്ചവന്റെ പടപ്പുകൾ തന്നെയല്ലേ. അങ്ങനെ നടന്ന് വരുമ്പോഴാണ് ഒരു നറുന്നീൻ്റെ ഗ്രൂപ്പുണ്ട്. ഓളൊരു സർബത്തും ഞാനൊരു നറുന്നീൻ്റെ സോഡയും കുടിച്ചു. പേരൊന്നും പറയാൻ വയ്യ. ഇത് നോമ്പിന് മുന്നെടുത്ത വീഡിയോ ആണ് കേട്ടോ. ഈ പെണ്ണിന്റെ വിചാരം വയ്യ എന്നുള്ള ഒരു ദിക്കറാന്നാ അങ്ങനെ പറഞ്ഞുകൊണ്ട് നടക്കുന്നുണ്ട്. ഇവിടെ നീങ്ങിക്കുക, അല്ലെങ്കിൽ ഇപ്പൊ ബസ് സ്റ്റിക്കറാക്കും നമ്മളെ. അപ്പൊ അങ്ങനെയാണ്. അപ്പുറത്തോടെ പോയി ശതമാനം പകുതി വിലക്ക് അപ്പൊ അങ്ങനെ നമ്മള് പെരിന്തമണ്ണ ബസ് സ്റ്റാൻഡിൽ ബസ് തരണമായിരുന്നു. നമ്മൾ എത്തിയത് ഉപ്പിലിട്ട ഐറ്റംസ് വെക്കുന്ന ഒരു കടയേക്കാണ്. അപ്പൊ അവിടെ നിന്ന് ഒരു പൈനാപ്പിളും തിന്ന് പിന്നെ കുറച്ച് കടലയും വാങ്ങി പിന്നെ ബസ് കയറിട്ടോ. ബസ്സാണെങ്കിലും മോനെ സീന് സൂപ്പർ ഫാസ്റ്റ് ആയിരുന്നു. ഇറങ്ങിയപ്പോഴാണ് കാര്യം മനസ്സിലായി. തൊട്ട് ബാക്കിൽ വേറൊരു ബസ്സും ഉണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ നമ്മള് വീട്ടിലെത്തിട്ടോ. അപ്പൊ അത്രേ ഉള്ളൂ ഗൈസ്, ബൈ.